നമസ്കാരം, ഞാൻ പീശപ്പള്ളി രാജീവ്. പെരിങ്ങോട് സ്കൂളിലെ കുട്ടികളുടെ കൂടെ ഒരു നേരം ചെലവഴിക്കുന്ന എല്ലാ കൊല്ലവും പതിവുള്ളതാണ്. ഇക്കൊല്ലം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് അത് സാധിച്ചില്ല. അതിന് ബദലായിട്ടാണ് ഇപ്പോൾ ഈ വിദ്യ. ഏതായാലും പെരിങ്ങോട് വന്നാൽ, പെരിങ്ങോട് കുട്ടികളെ കണ്ടാൽ കുറച്ച് കാലമായിട്ട് അരുൺലാലായാലും ഞാനായാലും ഒക്കെ പാടുന്നൊരു പാട്ടുണ്ട്. അത് പാടിയിട്ടാണ് തുടങ്ങാം. പൂഴിക്കളിക്കെന്റെ കുഞ്ഞേ, പൂമരം പോലാട് കണ്ണേ, പൂത്തുമ്പിയോടൊപ്പം തുള്ളു കുഞ്ഞേ, പൂന്തേനരുവിൽ കുളിക്കു കുഞ്ഞേ. പൂഴിക്കളിക്കെന്റെ കുഞ്ഞേ, പൂമരം പോലാട് കണ്ണേ, പൂത്തുമ്പിയോടൊപ്പം തുള്ളു കുഞ്ഞേ, പൂന്തേനരുവിൽ കുളിക്കു കുഞ്ഞേ. കവളം മടലില് കൊമ്പു കുത്തി കാള വലിച്ച് കളിക്കു കുഞ്ഞേ. കാള പിണങ്ങില്ല, കരളും പിണങ്ങില്ല, കാടുരുട്ടിത്തിമർക്കന്റെ കുഞ്ഞേ. കവളം മടലില് കൊമ്പു കുത്തി കാള വലിച്ചു കളിക്കു കുഞ്ഞേ. കാള പിണങ്ങില്ല, കരളും പിണങ്ങില്ല, കാടുരുട്ടിത്തിമർക്കന്റെ കുഞ്ഞേ. പ്ലാവില കൂട്ടി തൊപ്പി വെച്ച് തൊപ്പിക്കാരെല്ലാം ഒഴിഞ്ഞു പോട്ടെ. പ്ലാവിനു ചുറ്റും വലത്തു വെക്ക്, പ്ലാവു ചിരിക്കുമ്പ ചക്കപ്പഴം. പ്ലാവില കൂട്ടി തൊപ്പി വെച്ച് തൊപ്പിക്കാരെല്ലാം ഒഴിഞ്ഞു പോട്ടെ. പ്ലാവിനു ചുറ്റും വലത്തു വെക്ക്, പ്ലാവു ചിരിക്കുമ്പ ചക്കപ്പഴം. ഇങ്ങനെ കളിച്ചും രസിച്ചും ഒക്കെ നടക്കേണ്ട ഈ സമയത്ത് നമ്മളെല്ലാവരും അടച്ചിരിപ്പാണ്. പുറത്തിറങ്ങാൻ വയ്യ. പുറത്തിറങ്ങുമ്പോഴോ നമ്മുടെ മുഖം മറയ്ക്കണം. നമ്മൾ ചിരിക്കുകയാണോ, കരയാണോ, ദേഷ്യപ്പെടുകയാണോ, ഇതൊന്നും നമ്മുടെ മുഖത്ത് നോക്കിയാൽ ആർക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ നില. ഏതായാലും കുട്ടികൾക്കും വലിയവർക്കും വേണ്ടി ഒരു കഥ പറഞ്ഞു തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കഥകളിക്കാർക്ക് കഥ പറയുമ്പോ ഒരു സുഖമുണ്ട്. എന്താ വെച്ചാൽ, ഇപ്പൊ രാവണനായിട്ട് അഭിനയിക്കുമ്പോ രാവണൻ ഇങ്ങനെ വിമാനത്തിൽ പോണു. അപ്പൊ രാവണന്റെ വിമാനം എവിടെയോ തട്ടി നിൽക്കണു. അപ്പൊ രാവണൻ ദൂതനോട് ചോദിക്കുന്നു, എന്താണ് ദൂത പറ്റിയത്? അപ്പൊ ദൂതൻ പറയുന്നു, കൈലാസപർവ്വതത്തിൽ തടഞ്ഞതാണെന്ന് പറയുന്നു. രാവണൻ വിമാനത്തിൽ നിന്ന് ഇറങ്ങി കൈലാസപർവ്വതം നോക്കി കാണുന്നു. സത്യത്തിൽ മുമ്പിൽ കൈലാസപർവ്വതമൊന്നുമില്ല. പക്ഷേ രാവണനായി അഭിനയിക്കുന്ന ആള് കൈലാസപർവ്വതം ഉണ്ട് എന്ന സങ്കല്പത്തിലാണ് അഭിനയിക്കുക. അല്ലെങ്കിൽ കൈലാസപർവ്വതത്തെ നോക്കുന്നു എന്ന് പ്രേക്ഷകർക്ക്, കാണാനിരിക്കുന്നവർക്ക് തോന്നുന്ന പോലെയാണ് അഭിനയിക്കുക. അതുപോലെ ഇപ്പൊ എന്റെ മുമ്പില് ആരുമില്ല, പക്ഷെ ആരൊക്കെയോ ഉള്ള പോലെയാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് ഒരു കഥയിലേക്ക് പതുക്കുന്നു കടന്നാലോ. കഥ എന്ന് പറയുമ്പോ ഇപ്പൊ മുത്തശ്ശി കഥ എന്നെല്ലാവരും പറയുന്നല്ലോ. എന്റെ മുത്തശ്ശിമാര് എനിക്ക് കഥയൊന്നും പറഞ്ഞില്ല. ഏത് മുത്തശ്ശിയാണ് കഥ പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ മുത്തശ്ശിമാര് കഥ പറഞ്ഞു കൊടുത്തിരുന്നു. അവർ കഥ പറഞ്ഞു കൊടുക്കുക ചെയ്ത്, എഴുതി കൊടുക്കല്ല, എഴുതിയത് വായിപ്പിക്കല്ല ചെയ്ത്. പക്ഷേ അവർ വെറുതെ കഥ പറഞ്ഞു പോവല്ല, കഥയിലെ ഒപ്പം കഥാപാത്രങ്ങളായി അഭിനയിച്ച് അവരെ പോലെ ചില ശരീരചലനങ്ങളൊക്കെ നടത്തിയിട്ടാണ് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ കഥ പറഞ്ഞു കൊടുത്തിരുന്നത്. ഇപ്പോ സ്കൂളിലെ മാഷുമാരും കഥ പറയുമ്പോഴും പാട്ട് പാടുമ്പോഴും ഒക്കെ ശരീരചലനങ്ങളും മുഖാഭിനയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കഥ പറയാറ്. അപ്പൊ അതുപോലെ ഒരു കഥ ഞാനൊന്ന് അവതരിപ്പിക്കാം. റെഡിയല്ലേ? ശരി. ഒരുത്തിയിലൊരു രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെയല്ലേ കഥ പറഞ്ഞിട്ട്? അതെ. ഒരുത്തിയിലൊരു രാജാവ് ഉണ്ടായിരുന്നു. വളരെ സുന്ദരനായ ഒരു രാജാവ്. മൊട്ടത്തല, ഉണ്ടക്കണ്ണ്,
കോന്ത്രപ്പല്ല്. രാജാവിന്റെ ശബ്ദമാണെങ്കിലോ പാറപ്പുറത്ത് ചിരട്ടട്ട് വയ്ക്കാൻ പറ്റുന്ന അങ്ങനെ സുന്ദരനായ ഒരു രാജാവ്. ആ രാജാവിന് അതിസുന്ദരിയായ ഒരു ഭാര്യ. ഈ ഉപ്പുമാങ്ങി കെട്ടിവെക്കുന്ന വലിയ ഭരണി കണ്ടിട്ടുണ്ടോ കുട്ടികള്? അതുപോലെ വലിയ ഭരണി പോലത്തെ ശരീരം. ആ ഭരണിയുടെ മുകളിൽ ഒരു മച്ചിങ്ങ കയറ്റി വെച്ച ഒരു തല, നടക്കണതോ ഇങ്ങനെ പ്രാഞ്ചി പ്രാഞ്ചി. അങ്ങനെ സുന്ദരിയായ ഒരു ഭാര്യ. ഈ രാജാവിനും രാജ്ഞിക്കും ജനങ്ങളുടെ ഒരു പ്രശ്നമേ അല്ല. അവരെപ്പോഴും കൊട്ടാരം മൂടി പിടിപ്പിക്കുക, പുതിയ വസ്ത്രങ്ങൾ വാങ്ങുക, കിരീടത്തിൽ പുതിയ രത്നങ്ങൾ പതിപ്പിക്കുക, അങ്ങനെയുള്ള സുഖഭോഗങ്ങളിൽ ഇങ്ങനെ മുഴുകിയിരിക്കും. ജനങ്ങളുടെ ഒരു പ്രശ്നവും അവർക്ക് ഒരു പ്രശ്നമേ അല്ല. ജനങ്ങള് പട്ടിണി കൊണ്ട് വരഞ്ഞാലും, ജനങ്ങൾ വരൾച്ച കൊണ്ട് നരകിച്ചാലും, ബാലമരണങ്ങൾ കുട്ടികളൊക്കെ മരിച്ചു പോയാലും, രോഗപീഠ ഉണ്ടായാലും ഒന്നും രാജാവിന് ഒരു പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളുടെ വിധി, ദൈവകോപാണ്, അനുഭവിച്ചോളിൻ പറയും രാജാവ്. ജനങ്ങൾ പോറ്റി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഈ രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോണ വഴിയില് ഒരു വലിയ ആൽമരമുണ്ട്. ആ ആൽമരത്തിന് മുകളിൽ ഒരു ദിവസം രാവിലെ നോക്കുമ്പോ ഒരു കുരങ്ങൻ എന്ന് പറഞ്ഞാൽ തടിച്ച് മേല് മുഴുവൻ രോമായിട്ട് ചോരച്ച കണ്ണും നല്ല ദംഷ്ടമൊക്കെ ആയിട്ട് ഒരു കുരങ്ങൻ കണ്ടാൽ തന്നെ പേടിയാവും. ആ കുരങ്ങൻ ഇങ്ങനെ ആലിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും. ഈ വഴി കൂടെ ആരെങ്കിലും പോയാൽ ആൽമരക്കൊമ്പം ഇങ്ങനെ പിടിച്ച് ഞാന്നിങ്ങനെ കിടക്കും. എന്നിട്ട് റോട്ടിൽ കൂടെ പോണ ആളുടെ മുഖത്ത് നോക്കിയിട്ട് പോയി. ആദ്യമൊക്കെ ആൾക്കാര് സാരില്ല വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം ഇവന്റെ ഗോഗോ വിളി ഇങ്ങനെ കൂടിക്കൂടി വന്നു. കുട്ടികൾക്ക് പേടിയായി തുടങ്ങി. കുട്ടികളാരും പുറത്തേക്ക് ഇറങ്ങാണ്ടേ. ഞങ്ങൾക്ക് പേടിയാ, കുറങ്ങി ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഗോഗോയെ വിളിക്കുന്നു. കുട്ടികൾ പുറത്തേക്ക് പോകില്ല. അമ്മമാർക്ക് പേടിയായി തുടങ്ങി. ആരും പുറത്തിറങ്ങാൻ പേടിക്കുന്ന അവസ്ഥയായി. കുറങ്ങിനെ പേടിച്ചിട്ട് ആരും പുറത്തിറങ്ങാത്തൊരവസ്ഥയായി. അവസാനം കുറച്ചു പേരെ കൂടി രാജാവിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, രാജാവേ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ അവസ്ഥയില്ല, ഒരു കുരങ്ങ് ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഗോഗോയി വിളിക്കുകയാണ്. രാജാവ് അവിടെ തുടങ്ങിയില്ലേ, ഗോഗോയി വിളിക്കുക, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടല്ലേ, അനുഭവിച്ചോ. ജനങ്ങൾ നിരാശരായി മടങ്ങി. ഒരു ദിവസം നമ്മുടെ ചീനഭരണി ഒരു പൂപ്പാലയിൽ കുറച്ച് പൂവൊക്കെ ആയിട്ട് ഈ രാജപാതയിൽ കൂടെ പോവുക. ഈ ആൽമരത്തിന്റെ ചോട്ടിൽ കൂടെ പോണേ. കൊരങ്ങൻ എന്ത് രാജ്ഞി, കൊരങ്ങൻ രാജ്ഞിയുടെ മുഖത്ത് നോക്കിയിട്ട് രാജ്ഞി പൂപ്പാലികൾക്ക് അവിടെ പ്രാണനാഥ എന്ന് പറഞ്ഞൊരു ഓട്ടം ഓടിയിട്ട് രാജാവ് പ്രാണനാഥ, ഒരു കൊരങ്ങൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഗോഗോയി വിളിച്ചു. ഇത് കേട്ടപ്പോ രാജാവിന് ദേഷ്യം വന്നു. രാജാവിന്റെ മൂക്ക് വേർത്തു, മീശ വിറച്ചു, കണ്ണ് ചോരച്ചു, ഉടവാളൂരി. രാജാവ് കൽപ്പിച്ചു, ആരെവിടെ ആ കൊരങ്ങിനെ ഓടിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നവർക്ക് 100 സ്വർണ്ണ നാണയം സമ്മാനം. ഇതാണ്ട് പ്രഖ്യാപിച്ചു. സ്വർണ്ണം എന്ന് കേട്ടപ്പോഴേക്കും ആൾക്കാർ 4 ഭാഗത്തുനിന്ന് ഓടിയെത്തി. സ്വർണ്ണം എന്ന് കേട്ട അങ്ങനെയാണ്. പണ്ടൊരു സോപ്പിന്റെ ഉള്ളിലേ കുളിക്കുന്ന സോപ്പാ. ആ സോപ്പിന്റെ ഉള്ളിൽ എത്രയോ മില്ലിഗ്രാം, 1/2 മില്ലിഗ്രാം സ്വർണ്ണം ഉണ്ടെന്നൊന്ന് പരസ്യം വന്നു. പിന്നെ എല്ലാവരും ആ സോപ്പ് വാങ്ങി കുളിക്കാൻ മാത്രമല്ല തുണി തീരുമാനം ആ സോപ്പ് ഉപയോഗിക്കുക. ഇത് തേഞ്ഞാലല്ലേ സ്വർണം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ സ്വർണ്ണം എന്ന് കേട്ടപ്പോഴേക്കും ആൾക്കാർ ആക്രാന്തം മുഖത്തോടി വന്നു. എല്ലാവരുടെ മുഖത്ത് നോക്കിയിട്ടും കുരങ്ങി എന്ത് പറഞ്ഞു, ഗോ 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 ഗോ. എല്ലാവരും തോറ്റു മടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന ഒരു ബാർബർ എന്ന് പറഞ്ഞാൽ മുടി വെട്ടും ഷേവിയൊക്കെ ചെയ്യുന്ന വ്യത്യസ്തനായൊരു ബാർബർ. ആ ബാർബർ അതിബുദ്ധിമാനാണ്, നല്ല ബുദ്ധിമാനാണ്. മാത്രമല്ല അയാള് 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. എത്രാം ക്ലാസ് വരെയാ? 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 2ാം ക്ലാസ് വരെ പഠിച്ച ബാർബർക്ക് 2ാം ക്ലാസ്സിൽ ഒരു പാഠം ഉണ്ടായിരുന്നു. ആ പാഠം എന്താ വെച്ചാൽ, ഒരു തൊപ്പി കച്ചവടക്കാരൻ തൊപ്പി നിറച്ച കൊട്ടയായിട്ട് തൊപ്പി വേണോ എന്ന് പറഞ്ഞ് നടക്കും തൊപ്പി കച്ചവടത്തിൽ. കുറെ കഴിഞ്ഞ് നടന്നിട്ട് അയാൾ ക്ഷീണിച്ചപ്പോൾ ഈ തൊപ്പിക്കൊട്ടയൊക്കെ അവിടെ വെച്ചിട്ട് ഒരു മരത്തിന്റെ ചുവട് വെച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ബഹളം കേട്ട് ഉണങ്ങി നോക്കുമ്പോൾ എന്താ, ഈ കൊട്ടാരത്തെ തൊപ്പിയൊക്കെ കുരങ്ങന്മാരെടുത്തിട്ട് അവര് തൊപ്പിയൊക്കെ വെച്ച് കളിക്കുക. ഇയാൾ പഠിച്ച പണി 19 നോക്കി, രക്ഷയില്ല. അവസാനം ഇയാൾ ബുദ്ധി ഉപയോഗിച്ചു. തന്റെ തലയിലിരിക്കുന്ന തൊപ്പി ഊരിയിട്ട് കുരങ്ങന്മാർക്ക് എറിഞ്ഞെടുത്തു. അപ്പൊ കുരങ്ങന്മാർ എന്ത് ചെയ്തു, അവരുടെ തലയെടുത്ത് തൊപ്പി ഊരി ഇയാൾക്ക് എറിഞ്ഞെടുത്തു. അങ്ങനെ ഒരു കഥ ഈ ബാർബർ പഠിച്ചത്.
ബാർബർക്ക് മനസ്സിലായി, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ 100 സ്വർണ്ണ നാണയം കൈക്കലാക്കും. തീരുമാനിച്ചുറപ്പിച്ചിട്ട് അയാൾ കുരങ്ങനെ ഇരിക്കുന്ന ആത്മഹത്യത്തിലേക്ക് പോവുകയാണ്. പോണതിന് മുമ്പ് ബുദ്ധിമാനായ ബാർബർ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? 2ാം ക്ലാസ് വരെ. 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ബാർബർ ഒരു സഞ്ചി എടുത്ത് ആ സഞ്ചിയിൽ ഷേവ് ചെയ്യാനുള്ള കത്തി 2 വെച്ചു. ഷേവ് ചെയ്യുന്നതിന് മുമ്പ് പതപ്പിക്കാനുള്ള സോപ്പ് അത് 2 വെച്ചു. അതിന് ഉപയോഗിക്കുന്ന ബ്രഷ് അത് 2 വെച്ചു. ഇതായിട്ട് സഞ്ചി തുറന്നിട്ട് ഇയാൾ നേരെ കുരങ്ങനിരിക്കുന്ന ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തി. കുരങ്ങനെന്ത് ബാർബർ, കുരങ്ങൻ ബാർബറുടെ മുഖത്ത് വിട്ട് അപ്പൊ ബാർബർ കുരങ്ങന്റെ മുഖത്ത്, വേണ്ട, ഞാൻ മറ്റുള്ളവരുടെ പോലെയല്ല, ഞാൻ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഇയാള് സഞ്ചിയിൽ കേട്ടു. സഞ്ചിയിൽ എന്തൊക്കെ ഉണ്ട്? 2 കത്തിയുണ്ട്, 2 സോപ്പുണ്ട്, 2 ബ്രഷ് ഉണ്ട്. അയാൾ ആദ്യം ആ സോപ്പ് എടുത്ത് 2 ഒരെണ്ണം അയാൾ കയ്യിൽ വെച്ചു. മറ്റേ സോപ്പ് അയാൾ കുരങ്ങിനിട്ട് കൊടുത്തു. കുരങ്ങി അയാൾ ചാടി പിടിച്ചു. എന്നിട്ട് ബാർബറുടെ മുഖത്തോട്ട് ബാർബർ, വേണ്ട, ഞാൻ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള. ബാർബർ പിന്നെ സഞ്ചിയിൽ കൈയിട്ടു. 2 ബ്രഷ് ചെയ്തു. 2 ബ്രഷ് കയ്യിലെടുത്തു. 1 ബ്രഷ് അയാൾ കയ്യിൽ വെച്ചു. മറ്റേ ബ്രഷ് കുരങ്ങിനെടുത്തു. കുരങ്ങിന് അത് ചാടി പിടിച്ചു. ബാർബറുടെ മുഖത്തോട്ട് ബാർബർ വലിയ ഡയലോഗ് അടിച്ചില്ല. ബുദ്ധിമാന്മാർ അധികം സംസാരിക്കാറില്ല. ബാർബർ ആംഗ്യം കാണിച്ചു. ബാർബർ വീണ്ടും സഞ്ചിയിൽ കൈയിട്ടു. 2 കത്തിയില്ലേ? കത്തി എടുത്തു. 1 കത്തി കൈ വെച്ചു. മറ്റേ കത്തി കുരങ്ങിനെടുത്തു. കുരങ്ങനെ അത് ചാടിപ്പിച്ചു. ബാർബർ ഇപ്പൊ എന്തൊക്കെയായി? ബാർബറുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? 1 കത്തിയുണ്ട്, 1 ബ്രഷ് ഉണ്ട്, 1 സോപ്പുണ്ട്. കുരങ്ങിൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? 1 കത്തിയുണ്ട്, 1 ബ്രഷ് ഉണ്ട്, 1 സോപ്പുണ്ട്. ബാർബർ വേഗം ബാർബറുടെ കയ്യിലുള്ള സോപ്പിന്റെ മൂടി അടപ്പ്, സോപ്പും പെട്ടിയുടെ അടപ്പ് തുറന്നു. അപ്പൊ കുരങ്ങിങ്ങനെ നോക്കിയിരിക്കാട്ടോ, ബാർബർ എന്താ കാണിക്കണേന്ന് നോക്കിയിരിക്കാം. അപ്പൊ കുരങ്ങൻ്റെ ഇല്ലേ സോപ്പും പെട്ടി? ബാർബർ സോപ്പും പെട്ടി തുറക്കണം നോക്കിയിട്ട് കുരങ്ങനും തുറന്നു. ബാർബർ അടപ്പ് താഴ്ത്തി വെച്ചു. കുരങ്ങൻ അടപ്പ് വാഴക്കൊമ്പത്തേക്ക് വെച്ചു. എന്നിട്ട് ബാർബർ കയ്യിലുള്ള ബ്രഷ് എടുത്തു. എന്നിട്ട് സോപ്പിൽ ഇങ്ങനെ പതപ്പിച്ചു. ഇങ്ങനെ പതപ്പിക്കാൻ നോക്കിയപ്പോൾ ഈ വെള്ളത്തിന്റെ അംശം ഇല്ലാത്ത കാരണം പതയില്ലേ ശരിക്കും. അപ്പൊ ബാർബർ എന്ത് ചെയ്തു വെച്ചാൽ ആരും കാണില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത് കുരങ്ങനെ നോക്കിയിരിക്കല്ലോ. കുരങ്ങൻ ബ്രഷ് എടുത്തു. ബാർബർ പതപ്പിക്കണം, കുരങ്ങി പതപ്പിക്കണം. ബാർബർ പതപ്പിക്കണം, കുരങ്ങി പതപ്പിക്കണം. നല്ലോണം പതായപ്പോൾ ബാർബറുടെ മൊത്തം ഇങ്ങനെ പതപ്പി വെച്ചു. അപ്പൊ കുരങ്ങൻ നല്ലോണം പതായപ്പോൾ കുരങ്ങൻ എല്ലായിടത്തും ആയപ്പോൾ ബാർബർ സോപ്പും ബ്രഷും താഴ്ത്തി വെച്ചു. കുരങ്ങിനും സോപ്പും ബ്രഷും കുരങ്ങി വെച്ചു. ബാർബർ കത്തി നിവർത്തി. കുരങ്ങിന്റെ വീട്ടിൽ കത്തി, കുരങ്ങിനും കത്തി നിവർത്തി. ഒരു ബാർബറുടെ മുഖം ഇങ്ങനെ ഷേവ് ചെയ്യാൻ തുടങ്ങി. കുരങ്ങിങ്ങനെ നോക്കി. കുരങ്ങിനും ഷേവ് ചെയ്തു. ബാർബർ ഷേവ് ചെയ്തു. കുരങ്ങിനും ഷേവ് ചെയ്തു. അവസാനം ബുദ്ധിമാനായ ബാർബർ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ബുദ്ധിമാനായ ബാർബർ എന്ത് ചെയ്തോ? കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് കത്തി കഴുത്തിൽ വെച്ചു. എന്നിട്ട് ഒരൊറ്റ കുരങ്ങിത് ഇങ്ങനെ നോക്കിക്കണ്ടോ. കുരങ്ങൻ സ്കൂളിലൊന്നും പോയിട്ടില്ലല്ലോ. കുരങ്ങൻ ഇതിനെ നോക്കിയിട്ട് കുരങ്ങൻ എന്ത് ചെയ്തറിയോ? കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് കഴുത്തേക്ക് വെച്ചു. എന്നിട്ട് ബാർബറുടെ മുഖത്ത്
കഥകൾ. ഈ കഥ സുരാസു എന്ന് പറഞ്ഞൊരു നാടക നടൻ പണ്ട് ഒരു നാടക ക്യാമ്പിൽ കുട്ടികൾക്കായിട്ട്, കുട്ടികൾ വലിയൊരൊക്കെ ഉള്ള ക്യാമ്പിൽ പറഞ്ഞതാണ്. ഈ കഥയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് ഇനി നിങ്ങൾ ആലോചിക്കുക. കൂട്ടുകാരായിട്ട് ആലോചിക്കുക, വീട്ടിൽ അച്ഛനും അമ്മയായിട്ട് ആലോചിക്കുക, സ്കൂളിലെത്തിയ അധ്യാപകരായിട്ട് ആലോചിക്കുക. നമ്മൾ 2ാം ക്ലാസ്സിലുള്ള കുട്ടിയുടെ വിചാരം 1ാം ക്ലാസ്സുകാരനേക്കാൾ കേമനാണ്, ബുദ്ധിമാനാണ് ഞാൻ. 4ാം ക്ലാസ്സിലുള്ള കുട്ടിയുടെ വിചാരം 3ാം ക്ലാസ്സുകാരോ 2ാം ക്ലാസ്സുകാരോ അല്ലേ? അപ്പൊ ഈ ക്ലാസ് കയറ്റം ആവില്ല ചിലപ്പോൾ പ്രായോഗിക അല്ലെങ്കിൽ ബുദ്ധിയുടെ അളവ് പോലെ അല്ലേ? ആ കുരങ്ങൻ എന്ന് പറഞ്ഞ ജീവിക്ക് ഒരു മനുഷ്യനെ വളരെ വളരെ കൗശലത്തോടു കൂടി പറ്റിക്കാൻ സാധിച്ചുവെങ്കിൽ അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും. ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മുടെ അധ്യാപകരാണ്. അപ്പൊ ഈ അടച്ചു കെട്ടിയിരിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ആരൊക്കെ കണ്ടു പഠിക്കാല്ലേ? വീട്ടിൽ ആരൊക്കെയല്ലേ? വീട്ടിൻ്റെ ഉള്ളിൽ ആരൊക്കെയല്ലേ? അച്ഛൻ്റെ, അമ്മയുണ്ട്, മുത്തച്ഛൻ്റെ, മുത്തച്ഛൻ്റെ, ചേച്ചി ഉണ്ടാവും, അനിയ ഉണ്ടാവും, അതല്ല. അതല്ലാണ്ട് വേറെ കുറെ ആൾക്കാരില്ലേ? പല്ലിയില്ലേ? പല്ലി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗൗളി, എട്ടുകാലില്ലേ? അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സമയം അതിനൊക്കെയുള്ളതാ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മുടെ അധ്യാപകരാണെന്ന് വിചാരിച്ചത്. എന്തൊക്കെ പാഠങ്ങളാണ് അവർ പഠിക്കാനുള്ളത്. എട്ടുകാലി വല കെട്ടണ കഥ കേട്ടിട്ടില്ലേ? ആ കഥ പിന്നെ ഒരിക്കൽ പറയാം. എട്ടുകാലി വല കെട്ടാൻ വേണ്ടി ചാടി ചാടി കുറേ വട്ടം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ട് നിർത്താതെ അവസാനം വല കെട്ടുന്നത് കണ്ട ഒരു ചക്രവർത്തിയുടെ കഥയുണ്ട്. അങ്ങനെ പ്രപഞ്ചത്തിൽ നിന്നും അതുപോലെ തേനീച്ച കണ്ടിട്ടില്ലേ? തേനീച്ച കണ്ടിട്ടുണ്ടോ? അവർ അധ്വാനിക്കുന്നുണ്ടല്ലോ. ഒരു തരം പക്ഷിയുണ്ട്, നാരായണ പക്ഷി എന്താ പറയാ. ആ പക്ഷി മണ്ണിന്റെ ഉരുളോണ്ട കൂടുണ്ടാക്കുക. എത്ര ദിവസത്തെ അധ്വാനം എന്നറിയൂ. വേറൊരു പക്ഷി ഇലകള് നാല് കൊണ്ട് കൂട്ടി തുന്നിയിട്ട് കൂടുണ്ടാക്കും. എത്ര മനോഹരം! എന്താണ് അവരുടെ ടെക്നോളജി, അവർക്കറിയുന്നൊരു ടെക്നോളജി അവർ ഈ കൊക്കും വെച്ചിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ മുഴുവൻ നമ്മളെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അടച്ചിരിക്കുന്ന മുറിയിലും നമ്മൾക്ക് പാഠങ്ങൾ തരാൻ ഗൗളിയായിട്ടും തേരട്ടയായിട്ടും വണ്ടായിട്ടും എട്ടുകാലിയൊക്കെ ആയിട്ടും പലരും വരുന്നുണ്ട്. അവരും നമുക്ക് വിദ്യ പകർന്നു തരുന്നുണ്ട്. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ വിദ്യാലയമായി മാറുന്ന ഒരു വല്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ കാലമായിട്ട് ഈ അടച്ചിരിപ്പിന്റെ കാലത്തെ നമ്മൾ മാറ്റിയെടുത്താൽ നമ്മൾ ആരാവും? നമ്മൾ വിജയിയാവും. വിജയിയാവണമെങ്കിൽ ചില പരാജയങ്ങൾ സ്വയം അനുഭവിക്കാതെ മറ്റു ചിലരുടെ പരാജയങ്ങൾ കണ്ട് അതിൽ നിന്ന് നമുക്ക് പഠിക്കാം. മറ്റു ചില വിജയങ്ങൾ കണ്ട് നമുക്ക് പഠിക്കാം. അങ്ങനെ എല്ലാം പ്രപഞ്ചത്തിൽ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന ശബ്ദങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിനും നമ്മുടെ നന്മയ്ക്കും ആയി ഉപയോഗിക്കാനുള്ള പുതിയൊരു പ്രപഞ്ച വിദ്യാലയത്തിന്റെ അന്തരീക്ഷം നമുക്ക് പഠിക്കാൻ ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. പിന്നെ കഥകളിക്കാരനായതുകൊണ്ട് പറയുകയാണ്, ഇനി സ്കൂളൊക്കെ തുറന്ന് കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കാനുള്ള ഒരു അവസരം വരുമ്പോൾ പെരിങ്ങോട് സ്കൂളിലേക്ക് ഞാനും വരാം. ഞാൻ പെരിങ്ങോട് സ്കൂളിൻ്റെ തൊട്ടടുത്താണ് താമസം. അപ്പോൾ ഒരു ദിവസം പെരിങ്ങോട് സ്കൂളിലേക്ക് വന്ന് നമുക്ക് കഥകളിയെക്കുറിച്ചും കഥകളിയിലെ മുദ്രകളെക്കുറിച്ചും കഥകളിയിലെ അഭിനയത്തെക്കുറിച്ചും താളത്തെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും ഒക്കെ പാടിയും പറഞ്ഞും നാടകം കളിച്ചും ഒക്കെ ഒരു ദിവസം ചെലവഴിക്കാം. ഏതായാലും മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയിട്ട് നല്ല കുട്ടികളായി നല്ല അച്ചടക്കത്തോടെ ഇപ്പോൾ മാസ്ക് ധരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ? മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, ഇടയ്ക്കിടയ്ക്ക് കൈ വാഷ് ചെയ്യണം, സാമൂഹ്യ അകലം പാലിക്കണം. ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ആരോഗ്യത്തോട് 10 വയസ്സുള്ള ചോടയുള്ള കുട്ടികൾ നല്ലോണം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. 10 വയസ്സിന്റെ ചോടയുള്ള കുട്ടികൾ അപ്പോൾ അവർക്ക് പ്രതിരോധ ശക്തി കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർ കൂടുതൽ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്കൂളൊന്നും തുറക്കാത്തത് അല്ലേ? അപ്പൊ ഈ സമയം നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റു കാഴ്ചകൾ കാണാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ പറഞ്ഞിട്ട് അടുത്തൊരു കഥയ്ക്കും പാട്ടിനും വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് എൻ്റെ ഈ ശ്രമം വിജയമോ പരാജയമോ ആയി തീരുന്നത്. അപ്പോൾ ആ കഥയും പാട്ടുമായി വരുന്നതുവരെ തൽക്കാലം വിട വാങ്ങുന്നു. നന്ദി.